യേശുക്രിസ്തു മടങ്ങി വരുന്നു എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. കർത്താവ് രാജാതിരാജാവായി, കർത്താവായി, അഗ്നിയിൽ ശക്തിയിൽ സർവശക്തിയുള്ള ദൂതന്മാരോടുകൂടെ ഈ ലോകത്തിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ മടങ്ങി വരും. എന്നാൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ അവൻ എന്ന് വരുമെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. അവൻ രഹസ്യത്തിൽ വന്ന് അവരെ ചേർത്തുകൊള്ളും. മധ്യാകാശത്തിൽ കർത്താവിനെ ചേർക്കുവാൻ അവൻ വരും. ദൈവസഭയോട് കാത്തിരിപ്പാൻ പറഞ്ഞു. എന്നാൽ തൻ്റെ ശിഷ്യഗണങ്ങളോട് യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് സംഭവിച്ചു തുടങ്ങുന്ന കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കാൻ തലകളെ ഉയർത്തുവാൻ ആവശ്യപ്പെട്ടു. തലകളെ ഉയർത്തി നോക്കുവാൻ ആവശ്യപ്പെട്ടത് കർത്താവ് പറഞ്ഞ പ്രവചന വിഷയങ്ങൾ നിവർത്തിക്കപ്പെടുന്നത് കാണുമ്പോഴാണ്. ബൃഹത്തായ ഒരു വിഷയമാണ്. ഞാൻ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടത് 74-ലാണ്. 1974 തൊട്ട് പ്രവചനം പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥിയായി ഞാൻ മാറി. ഇന്നും ബൈബിളിലെ പ്രവചനങ്ങളെ പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥിയാണ്. ഞാൻ ഓർപ്പിച്ചു വന്നത് വളരെ ബൃഹത്തായ ഒരു വിഷയമാണ്. അതിൽ അന്ത്യകാല സംഭവങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളുണ്ട്. ഒരു വാക്യം ഞാൻ വായിച്ചുകൊണ്ട് പ്രവേശിക്കുകയാണ് വിഷയത്തിലേക്ക്. 1 തെസ്സലോനിയർ 5-ാം അധ്യായം. 1 തെസ്സലോനിയർ 5-ാം അധ്യായം എടുക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം 1-2 വാക്യം വായിക്കാം. 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയിരിക്കാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് കള്ളനെ പോലെ സംഭവിക്കും എന്ന് ഈ വാക്യത്തെ ആധാരമാക്കി അനേകര് ധരിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ധാരണയ്ക്കൊരു ഒരു മാറ്റം വരുത്തുവാൻ ഈ വാക്യം ഞാൻ വായിച്ചതാണ്. ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി, കർത്താവിൻ്റെ നാൾ കള്ളൻ എന്ന പോലെ വരുന്നു. പ്രവചനം പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥിക്ക് കർത്താവിൻ്റെ നാൾ, ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ 2ാം വരവും അനന്തര സംഭവങ്ങളെയും വരച്ചു കാണിക്കുന്നതാണ്. അതേ അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു. നാം രാത്രിക്ക് ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായി ഇരിക്കുക. മതി. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഓർപ്പിക്കട്ടെ, കർത്താവിൻ്റെ 2ാം വരവിൽ യഹോവയുടെ ദിവസം അല്ലെങ്കിൽ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് കള്ളനെ പോലെ സംഭവിക്കും. അതേ ഭാഗത്ത് പൗലോസ് പറയുകയാണ്, എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്ക് കള്ളൻ എന്ന പോലെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. യേശുക്രിസ്തുവിന്റെ 2ാം വരവ് കള്ളനെ പോലെ സംഭവിക്കുന്നത് രക്ഷിക്കപ്പെടാത്തവർക്കാണ്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് കള്ളനെ പോലെ സംഭവിക്കില്ല എന്ന് 4-ാം വാക്യം തീർത്തു പറയുന്നു. അതിന് കാരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഇരുളിൻ്റെ മക്കൾക്കാണ് യേശുക്രിസ്തുവിൻ്റെ വരവ്, 2ാമത്തെ വരവ് കള്ളനെ പോലെ ഇരിക്കുന്നത്. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇത് സംഭവിച്ചു തുടങ്ങുന്ന കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കയാൽ തലകളെ ഉയർത്തുവാൻ ആവശ്യപ്പെട്ടു. ഈ രാത്രി വളരെ ശക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ വരവിന് സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് ഒരു എക്സ്റ്റൻഡഡ് പീരീഡിലാണ്. കർത്താവ് വരേണ്ട സമയം കഴിഞ്ഞു. ബൈബിളിന്റെ പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് വരാത്തതെന്ന് ചോദിച്ചാൽ, സഭയുടെ പണി പൂർത്തീകരിക്കാതെ കർത്താവിന് മടങ്ങി വരുവാൻ നിവൃത്തിയില്ല. ദൈവസഭയിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ട് ചേരുമെന്നുള്ളത് കർത്താവിന് വ്യക്തമായി അറിയാം. ആ സംഖ്യ ഇന്ന് വരെ പൂർണ്ണമായിട്ടില്ലാത്തത് കൊണ്ട്
കർത്താവിൻ്റെ വരവ് താമസിക്കുകയാണ്. യേശുക്രിസ്തു രഹസ്യത്തിൽ വന്ന് തൻ്റെ ജനത്തെ മാറ്റുന്നത് ദൈവസഭയുടെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ്. അതിൻ്റെ ശേഷം നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ബൈബിളിൽ രേഖപ്പെടുത്തി. അന്ത്യകാല സംഭവങ്ങളിൽ അതിപ്രധാനമായത് കഴിഞ്ഞ രാത്രി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി. ആ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. നമുക്ക് എസെക്കിയേൽ പ്രവചനം എടുക്കുമ്പോൾ, എസെക്കിയേൽ പ്രവചനം അതിൻ്റെ 38ഉം 39ഉം അധ്യായത്തെ ആധാരമാക്കിയാണ് നാം ഈ രാത്രികളിൽ പരിശോധിക്കുന്നത്. അന്ത്യകാല സംഭവങ്ങളിൽ അതിപ്രധാനമായ സംഭവങ്ങളാണ് 38ഉം 39ഉം അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, 38ഉം 39ഉം അധ്യായങ്ങൾ പറയുന്നത് 36ഉം 37ഉം അധ്യായം കഴിഞ്ഞിട്ടാണ്. 36ഉം 37ഉം അധ്യായം കഴിഞ്ഞ ശേഷം 38ഉം 39ഉം അധ്യായം പറയുകയാണ്. 36ഉം 37ഉം അധ്യായത്തിലെ വിഷയം എന്താണ്? 36ആം അധ്യായത്തിലെ വിഷയം എന്താണ്? 37ആം അധ്യായത്തിലെ വിഷയം എന്താണ്? പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, അന്ത്യകാല സംഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗമാണ് എസെക്കിയേൽ പ്രവചനത്തിലെ അവസാനത്തെ 13 അധ്യായങ്ങൾ. ഏതാണ്ട് 14 അധ്യായങ്ങൾ എന്നും വേണമെങ്കിൽ ചിന്തിക്കാം. 13, 14 അധ്യായങ്ങളിൽ അന്ത്യകാല സംഭവങ്ങൾ വെളിപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവും അനന്തര സംഭവങ്ങളും വെളിപ്പെടുത്തിയിട്ട് 40ആം അധ്യായം തുടങ്ങി കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറയുകയാണ്. 40 തൊട്ട് 48 വരെയുള്ള അധ്യായങ്ങൾ. നമുക്കിനിയും അന്ത്യകാല സംഭവങ്ങളിൽ അതിപ്രധാനമായ ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അതിൻ്റെ 38ആം അധ്യായവും 39ആം അധ്യായവും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. 38ഉം 39ഉം അധ്യായം വരുന്നത് 36ഉം 37ഉം അധ്യായം കഴിഞ്ഞിട്ടാണ്. 36ഉം 37ഉം അധ്യായം ചിതറിപ്പോയി യഹൂദൻ മടങ്ങി വരുന്ന ചരിത്രമാണ്. ഒരിക്കലും രാജ്യമായി തീരുവാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച യഹൂദൻ ഒരു രാഷ്ട്രമായി തീരുന്നു. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് ഒന്നാമത് വന്നപ്പോൾ 300 പ്രവചനങ്ങളെങ്കിലും നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവിന്റെ ഒന്നാം വരവിൽ അവന്റെ മരണ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ, അവന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കുറഞ്ഞത് 300 പ്രവചനമെങ്കിലും നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരവിനുള്ള ബന്ധത്തിൽ കാലങ്ങൾ വിലയിരുത്തിയാൽ, നമ്മളതാണ് തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൽ വായിച്ചത്, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ വ്യാഖ്യാനത്തിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇസ്രായേൽ രാഷ്ട്രത്തോടും അവരോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ വളരെ വ്യക്തമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ തീർത്തു പറയട്ടെ, ഇസ്രായേൽ രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെടാതെ പ്രവചനങ്ങളിൽ, അന്ത്യകാല സംഭവങ്ങളിൽ ഒരെണ്ണം പോലും നിവർത്തിക്കപ്പെടില്ല. അന്ത്യകാല സംഭവങ്ങളിൽ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനുള്ള ബന്ധത്തിൽ നടക്കുന്ന വിഷയങ്ങളിൽ യഹൂദ രാഷ്ട്രം മടങ്ങി വന്ന് ഒരു രാജ്യമായി തീരാതെ ഒരു പ്രവചനവും നിവർത്തിക്കപ്പെടില്ല. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, 2600 വർഷം മുമ്പ് എസെക്കിയേൽ പ്രവാചകനോട് ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ട് അത് നിവർത്തിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു വാക്ക് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിന്റെ 38ആം അധ്യായം എടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. അതായത് പണ്ട് തൊട്ട് ദൈവം പറഞ്ഞ ഇതാണ് എന്ന് ദൈവം എടുത്തു പറയുകയാണ്. നമുക്ക് 17ആം വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കാം. അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെ കുറിച്ചല്ലയോ? യെസ്, പ്രവാചകന്മാർ മുഖാന്തരം നാം വായിക്കുന്നത് അനേക സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ 38, 39 അധ്യായം നിവർത്തിക്കപ്പെടുമ്പോൾ കഴിഞ്ഞ രാത്രി നമ്മൾ ഓർത്തതുപോലെ വളരെ വ്യക്തമായി അവിടെ നമ്മൾ കണ്ടു. എന്താ കണ്ടത്? അന്ത്യകാലത്ത് അവസാന നാളുകളിൽ വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തി വെച്ചു. അവസാന നാളുകളിൽ നടക്കുന്ന ഒരു പ്രവചന ഭാഗമാണ് ഈ വായിക്കുന്നത്. വീണ്ടും നമ്മൾ അതേ കാര്യം 39ആം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 39ന്റെ 8-ാം വാക്യത്തിൽ, ഇതാ
അത് വരുന്നു, അത് സംഭവിക്കും എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. യെസ്, ഇതാണ് ഞാൻ അരുളി ചെയ്ത ദിവസം. എന്താണ് ഈ പറയുന്നത്? ഇസ്രായേൽ രാഷ്ട്രം മടങ്ങി വരണം. എസെക്കിയേൽ 36-37 അധ്യായങ്ങളിൽ അത് വിശദീകരിക്കുന്നു. സമയം അനുവദിക്കുന്നതനുസരിച്ച് ചില കാര്യങ്ങൾ ഞാൻ എടുത്തു തരാം. നമ്മെ സംബന്ധിച്ച് വളരെ വ്യക്തമായ തിരുവചനത്തിലൂടെ മാനവരാശിക്ക് ദൈവം നൽകിയ അടയാളം ഇസ്രായേൽ രാഷ്ട്രമാണെന്ന് ഞാൻ ഊന്നി പറയട്ടെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവിനോട് ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ചു. അടയാളങ്ങൾ എന്നല്ല ചോദിച്ചത്, ബഹുവചനത്തിലല്ല ചോദിച്ചത്. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണ്? ഇംഗ്ലീഷിൽ വായിച്ചാൽ വാട്ട് ഈസ് ദ സൈൻ ഓഫ് യുവർ കമ്മിങ്? നിന്റെ വരവിന്റെ അടയാളം എന്താണ്? ശിഷ്യന്മാർ അറിഞ്ഞോ അറിയാതെയോ ചോദിച്ചത് ഒരടയാളമാണ്. യേശുക്രിസ്തു അതിന് കൊടുത്ത അടയാളം ഒരടയാളമാണ്. മത്തായിയുടെ സുവിശേഷം 24-32 തൊട്ട് വായിച്ചാൽ ഇങ്ങനെ വായിക്കുന്നു, അത്തിയെ നോക്കി നിങ്ങളൊരു ഉപമ പഠിക്കണം. അതിന്റെ കൊമ്പ് ഇലതാകുമ്പോൾ, ഇല തളിർക്കുമ്പോൾ നിങ്ങൾക്കറിയാം വേനൽ അടുത്തുവെന്ന്. അങ്ങനെ നിങ്ങൾ ഇത് കാണുമ്പോൾ ഞാൻ അടുക്കൽ വാതിക്കലായിരിക്കുന്നു എന്നറിയാനായിട്ട് പറഞ്ഞു. നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ വാക്കാണ്, അത്തിവൃക്ഷം തളിർക്കുന്ന നിങ്ങൾ കാണും. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഇതിന്റെ പുറകിൽ ഒരു പശ്ചാത്തലമുണ്ട്. ഹോശന്ന ഞായറാഴ്ചയാണ് ബൈബിളിലെ പ്രവചനങ്ങളിൽ അതിപ്രധാനമായ ഒരു പ്രവചനം. സഖറിയാവ് 9:9 നിവർത്തിച്ചുകൊണ്ട് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി ദൈവത്തിന്റെ പുത്രൻ യെരൂശലേമിലേക്ക് പ്രവേശിച്ചു. സിയോൻ പുത്രിയെ, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി നിന്റെ അടുക്കൽ വരുന്നു. അതൊരു ഞായറാഴ്ച ദിവസമാണ്. നമ്മൾ മത്തായി 21-ൽ വായിക്കുന്നു, അന്ന് രാത്രിയിൽ അവൻ ബഥനിയിൽ രാപാർത്തു. രാവിലെ അവൻ ബഥനിയിൽ നിന്ന് പോകുകയാണ് വീണ്ടും പട്ടണത്തിലേക്ക്. അവൻ പോകുമ്പോൾ അവന് വിശന്നു. ഇലയുള്ള ഒരത്തിവൃക്ഷം കണ്ടു. അതിൽ വല്ലതും കാണുമെന്ന് കരുതി യേശുക്രിസ്തു പോയി നോക്കി, ഒന്നും കണ്ടില്ല. കർത്താവ് ശപിച്ചു, നിന്നിൽ നിന്ന് ഇനിയും ആരും ഫലമെടുക്കാതെ പോകട്ടെ. നമ്മൾ അതിന്റെ ശരിയായിട്ടുള്ള ഭാഷ വായിച്ചാൽ വേർ തൊട്ട് മുകളിലോട്ട് ഉണങ്ങിപ്പോയി, വേരുകൾ ഉണങ്ങിയില്ല. വേർ തൊട്ട് മുകളിലോട്ട് ഉണങ്ങിപ്പോയി. ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. അടുത്ത ദിവസം കർത്താവിനോട് ചോദിക്കുകയാണ്, നിന്റെ വരവിന്റെ അടയാളം എന്താണ്? തലേ ദിവസം അത്തി ഉണങ്ങിപ്പോകുന്നത് കണ്ടു. അതെടുത്തുകൊണ്ട് കർത്താവ് പറഞ്ഞു, അത്തി വീണ്ടും തളിർക്കുന്ന നിങ്ങൾ കാണും. ആശ്ചര്യമായ അത്തി അല്ല. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, അത്തിവൃക്ഷം ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ അടയാളമാണ്. ഹോശേയാവ് 9:7, നിങ്ങളുടെ പിതാക്കന്മാരെ അത്തിവൃക്ഷത്തിന്റെ ആദ്യത്തെ കനി പോലെ ഞാൻ കണ്ടു. യെരമ്യാവ് 29, നല്ലതും ചീത്തയുമായ അത്തിവൃക്ഷത്തോട് ഞാൻ നിങ്ങളെ ഉപമിക്കും. അത്തിവൃക്ഷം ഇസ്രായേലിന്റെ അടയാളമാണ്. ഞാൻ ആ ഭാഗത്തോട്ട് മാത്രം പോയാൽ ഇന്ന് രാത്രിയിലെ സമയം മുഴുവൻ എടുക്കും. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, പുതിയ നിയമത്തിൽ 3 റെഫറൻസേ ഉള്ളൂ അത്തിവൃക്ഷത്തെ കുറിച്ച്. വേണമെങ്കിൽ ഒരു നിമിഷം അതിന്റെ പ്രാധാന്യത കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഓടിച്ചു പോകുവാനായിട്ട് ശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം നോക്കുക. അവിടെയാണ് ഈ അത്തിവൃക്ഷം തളിർക്കുന്ന കാര്യം കർത്താവ് പറയുന്നത്. കർത്താവ് ഒരു ഉപമയിലൂടെയാണ് അത് സംസാരിക്കുന്നത്. എന്തിനാണ് കർത്താവ് ഉപമയിലൂടെ സംസാരിച്ചത്? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഉപമയിലൂടെ സംസാരിക്കുന്നത്? അതിന്റെ മറുപടി കർത്താവ് പറയുന്നുണ്ട്, കേൾക്കുന്നവരിൽ ഒരു കൂട്ടം ആളുകൾക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. കർത്താവിനെ അവിശ്വസിക്കുന്നവർക്ക് അവൻ നല്ല കഥകൾ പറയുകയും അവൻ നല്ല ഉപമകൾ പറയുന്നത് കേൾക്കാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, അത് ശിഷ്യന്മാർക്ക് കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥം കാണുന്നു. ഈ ഉപമയിലും ഇതിൽ മറഞ്ഞു കിടക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണ് ഈ അത്തിവൃക്ഷത്തിൽ കണ്ട ഈ മറഞ്ഞു കിടക്കുന്ന സത്യം? ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 6 തൊട്ട് 9 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ,
3 വർഷം ഒരത്തിവൃക്ഷത്തിൽ അവൻ ഫലമന്വേഷിക്കുകയാണ്. 3 വർഷം. എന്താണത്? യഹൂദന്റെ മധ്യത്തിൽ മാത്രം 3 വർഷം കർത്താവിന്റെ ഐഹികമായ ജീവിതത്തിലെ ശുശ്രൂഷ വരച്ച് കാണിക്കുകയാണ്. അതിൽ ഫലം കണ്ടില്ല. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ 11 വാക്യമാണ് അത്തിവൃക്ഷത്തെ ശപിക്കുന്നതും ഉണങ്ങിപ്പോകുന്നതും കാണുന്നത്. അതിന്റെ ശേഷം നമ്മൾ കർത്താവിനോട് അടയാളം ചോദിച്ചപ്പോൾ അത്തിവൃക്ഷം വീണ്ടും തളിർക്കുന്നത് കാണും. ഇന്ന് രാത്രിയിൽ വളരെ ശക്തമായി ഞാൻ ഓർപ്പിക്കട്ടെ, ആ അത്തിവൃക്ഷം ഇസ്രായേൽ രാഷ്ട്രമാണ്. ഇസ്രായേൽ രാഷ്ട്രം ഭൂമിയിൽ പിറക്കുന്നത് അസാധ്യമായിരുന്നു. ഞാൻ ഇനിയും പത്രോസിന്റെ ഒരു പ്രസംഗം ഒന്ന് എടുക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളൊന്ന് എടുത്താട്ടെ, 3-ാം അധ്യായം. പത്രോസിന്റെ 2ാമത്തെ പ്രസംഗമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു രഹസ്യം മനസ്സിലാകുന്നുണ്ട്. യേശുക്രിസ്തു എന്നാണ് 2ാമത് മടങ്ങി വരുന്നതെന്ന് അവിടെ പറയുന്നുണ്ട് പത്രോസ്. വളരെ സൂക്ഷിച്ചു നോക്കിയാലേ കാണുകയുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം, അതിന്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു പോകട്ടെ. അവിടെ നമ്മൾ വായിക്കുന്നു, അമ്മയുടെ ഗർഭം തൊട്ട് മുടന്തനായ ഒരു മനുഷ്യനെ ചുമന്നുകൊണ്ട് വരികയാണ്. അവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഭിക്ഷ ചോദിച്ചുകൊണ്ടിരുന്നു. നാളുകളായി ജന്മനാൽ മുടന്തനായി മനുഷ്യൻ അവിടെ ഇരുന്ന് ഭിക്ഷ ചോദിക്കുമ്പോൾ യഹൂദന്മാർക്ക് ഇവനെ നല്ല പരിചയമാണ്. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോയപ്പോൾ അവരോടും ഭിക്ഷ ചോദിച്ചു. പത്രോസ് പറഞ്ഞു, എനിക്ക് പൊന്നും വെള്ളിയുമില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം, നസറേന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞു. പത്രോസിന് കർത്താവ് കൊടുത്ത അധികാരത്താൽ അവനെ എഴുന്നേൽപ്പിക്കുന്നത് നാം കാണുന്നു. ഇത് കണ്ടിട്ട് യഹൂദന്മാർ ആശ്ചര്യപ്പെട്ടു. 11-ാം വാക്യം നോക്കിയാട്ടെ. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനം എല്ലാം വിസ്മയം കൊണ്ട് സലോമേന്റേത് എന്ന പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? നിങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? ഇസ്രായേൽ പുരുഷന്മാർ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. അവർ വിസ്മയിച്ചു. അമ്മയുടെ ഗർഭം തൊട്ട് മുടന്തനായ ഒരു മനുഷ്യൻ ഇതാ എഴുന്നേറ്റ് നടക്കുന്നു. പത്രോസ് സാഹചര്യം ഉപയോഗിച്ച് പത്രോസ് അവരോട് പ്രസംഗിക്കുകയാണ്. പത്രോസ് അവരോട് പ്രസംഗിക്കുകയാണ്. പത്രോസ് ഇത് 2ാമത്തെ പ്രസംഗമാണ്. 1-ാമത്തെ പ്രസംഗം പെന്തിക്കോസ് പെരുന്നാളിലാണ്. 2ാമത്തെ പ്രസംഗം യഹൂദനോടുകൂടെ പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ 2ാം വരവും യേശുക്രിസ്തു എന്നും മടങ്ങി വരുമെന്ന് സൂചന കൊടുക്കുന്നുണ്ട്. നോക്കുക, അതിന്റെ 17-ാം വാക്യം നോക്കിയാട്ടെ. യഹൂദനോട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവം തന്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കുമെന്ന സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. നിങ്ങൾ അറിയായ്മ കൊണ്ട് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അവനെ ക്രൂശിച്ചെന്ന് എനിക്കറിയാം. എന്നിട്ട് പത്രോസ് അവരോട് പറയുകയാണ്, 19-ാം വാക്യം, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി തിരിഞ്ഞു വരുവാൻ പറഞ്ഞു. അടുത്ത വാക്യം നോക്കിയാട്ടെ. എന്നാൽ കർത്താവിന്റെ സമ്മൂഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. യേശുക്രിസ്തുവിന്റെ 2ാം വരവ് പറയുകയാണ്, നിങ്ങൾ യഹൂദന്മാരായ നിങ്ങൾ അറിയായ്മ കൊണ്ട് ഇത് ചെയ്തു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിയുക, ദൈവം നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുക മാത്രമല്ല ക്രിസ്തുവായ യേശുവിനെ അയക്കുകയും ചെയ്യും. കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പത്രോസ് പ്രസംഗിക്കുന്നു. അടുത്ത വാക്യം എല്ലാവരും ശ്രദ്ധിക്കണം. എപ്പോൾ മടക്കി അയക്കുമെന്ന് പറഞ്ഞു? ആ വാക്യം നോക്കിയാട്ടെ. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്നുവരെയാണ് സ്വർഗത്തിലേക്ക് പോയ യേശുവിനെ സ്വർഗത്തിൽ സൂക്ഷിക്കുന്നത്, സ്വർഗം അവനെ കൈക്കൊള്ളുന്നത്? അവിടെ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം
പണ്ട് തൊട്ട് അരുളി ചെയ്തത് നിവൃത്തിയാകുന്നത് വരെ അവനെ സ്വർഗം കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തു മടങ്ങി വരണോ? പ്രവാചകന്മാർ പറഞ്ഞത് നിവർത്തിക്കപ്പെടണം. Until the times of restoration. യഹൂദനോടാണ് പറയുന്നത്, യഥാസ്ഥാനത്തിന്റെ ഒരു സമയമുണ്ടാകും. സമയം എന്നുള്ളത് ബഹുവചനമാണ്. ടൈംസ് ഓഫ് റിസ്റ്റോറേഷൻ, അതാണ് നമ്മുടെ വിഷയം. ഇസ്രായേലിന് രാഷ്ട്രമില്ല, ഇസ്രായേലിന് രാജ്യമില്ല, ഇസ്രായേലിന്റെ ഭൂമി വരണ്ടു കിടക്കുകയാണ്. അവിടെ ദൈവം മഴ നിർത്തിക്കളഞ്ഞു. നൂറ്റാണ്ടുകളായി അവിടെ കൃഷിയോ വിതയോ മനുഷ്യനോ ഇല്ല. 1880കളിൽ 10,000 യഹൂദന്മാരിൽ കൂടുതൽ പലസ്തീന്റെ മണ്ണിലില്ല. അവിടെ ഒരു കൃഷിയില്ല. പാലും തേനും ഒഴുകുന്ന ദേശമാണ്, കനാൻ നാടാണ്. നമുക്കറിയാം, ഒറ്റുകാർ ഒരു മുന്തിരിക്കൊല 2 പേർ കൂടി ചുമന്നുകൊണ്ടുവന്ന അത്ര ഫലഭൂഷ്ടമായ ദേശം. ദൈവം പറഞ്ഞു, നിങ്ങളുടെ ദേശത്തെ പാഴും ശൂന്യമാക്കി ഞാൻ തീർക്കും, ഞാൻ അതിനെ വരണ്ട നിലമാക്കും. ഞാൻ ആ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല, എനിക്കറിയാമെങ്കിലും എടുക്കുവാൻ ഞാൻ മടിക്കുന്നു സമയം കൊണ്ട്. നിങ്ങളുടെ ഭൂമി വരണ്ടു പോകും. നിങ്ങള് ലേവ്യ പുസ്തകം 26-ാം അധ്യായം എടുത്താൽ മതി. നിങ്ങളുടെ പട്ടണങ്ങൾ പാഴ്നിലമാകും, നിങ്ങളുടെ കൃഷിഭൂമി വരണ്ടു പോകും, നിങ്ങൾ ഭൂമിയുടെ 4 കോണിലും നിങ്ങളെ ഞാൻ ചെതറിക്കും. ലേവ്യർ 26-ൽ വായിക്കുന്നു. അത് സംഭവിക്കുന്നതിന് 40 വർഷം മുമ്പ് ദൈവത്തിന്റെ പുത്രൻ നിന്ന് പറഞ്ഞു, നിങ്ങൾ വാളിന്റെ വായ്ത്തലാൽ വീഴും, സകല ജാതികളിലേക്ക് നിങ്ങൾ ബദ്ധരായി പോകും. ഈ രാത്രി ഞാൻ പറയട്ടെ, ചരിത്രം അപഗ്രഥിച്ചാൽ AD 135 AD 70 യെരുശലേമിന് ചുറ്റുമുള്ള സ്ഥലം റോമൻ സൈന്യാധിപനായ തീത്തോസ് നശിപ്പിച്ചു. അവിടെയുള്ളവരെ വെട്ടിക്കൊന്നു. 13 ലക്ഷം യഹൂദന്മാരെ വെട്ടിക്കൊന്നു. എന്നാൽ AD 135 ആയപ്പോൾ റോമൻ ചക്രവർത്തിയായ എംപറർ ഹേഡ്രിയൻ കൽപ്പന കൊടുത്തു, യഹൂദന് ജീവൻ വേണോ, ഈ ദേശം വിട്ടുപോകണം. അതിന്റെ കാരണമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. സകല യഹൂദനും അവിടെ നിന്ന് ഓടിപ്പോയി. പ്രാണരക്ഷാർത്ഥം പലസ്തീന്റെ മണ്ണ് വിട്ടുപോയി. ഒരു നിമിഷം നമ്മൾ ഓർക്കണം, ദൈവം മേഘങ്ങളോട് പറഞ്ഞു, മഴ പെയ്യരുത്. ആകാശം അടച്ചു കളഞ്ഞു. യെരമ്യാ 3:3 അതുകൊണ്ട് മഴ നിന്നുപോയി. യെശയ്യാ 5:6 വാക്യം മേഘങ്ങളോട് പറഞ്ഞു, മഴ പെയ്യരുത്. യെരമ്യാ 5:20 തൊട്ടുള്ള വാക്യം, മുൻമഴയും പിന്മഴയും ദൈവം തന്നുകൊണ്ടിരുന്നു. ഈ നന്മ മാറിപ്പോകുവാൻ നിങ്ങളുടെ പാപങ്ങളത്ര കാരണം ദൈവം മഴ നിർത്തി. പ്രിയപ്പെട്ടവരെ, 2000 വർഷമായി ഒരു തുള്ളി മഴ പെയ്യാതൊരു ദേശം ഇരിക്കുകയാണെങ്കിൽ ആ ദേശം എങ്ങനെ ഇരിക്കും? ആളുകൾ പാർക്കാനില്ല, ജനങ്ങൾ മുഴുവൻ ലോകത്തിൽ ചിതറിപ്പോയി, ജനങ്ങളില്ല, കൃഷിയില്ല, വരണ്ട് ശൂന്യമായി കിടക്കുകയാണ്. എന്നാൽ പ്രവാചകന്മാർ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് അവിടെ പല കാര്യങ്ങൾ നടക്കണം. അത് നടന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിന്ന് അവനെ ഭൂമിയിലേക്ക് അയക്കുകയുള്ളൂ. അതാണ് പത്രോസ് രേഖപ്പെടുത്തിയത്. Until the times of restoration. ഒരു റീസ്റ്റോറേഷന്റെ യഥാസ്ഥാനത്തിന്റെ കാലമുണ്ടാകണം. ബഹുവചനത്തിലാണ് അത് പറയുന്നത്, കാലങ്ങൾ. ഈ രാത്രി ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഈ പ്രവാചകന്മാർ പറഞ്ഞത് യഥാസ്ഥാനപ്പെടുന്ന കാലത്താണ്. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു, ബ്രിട്ടീഷ് എൻസൈക്ലോപീഡിയ ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനകോശമാണ്. 1911 എഡിഷനിൽ പ്രിന്റ് ചെയ്ത് വെച്ചു, യഹൂദൻ രാജ്യം ആകില്ല. 1946 യഹോവ സാക്ഷികൾ ദൈവം സത്യവാൻ എന്ന പുസ്തകത്തിൽ പ്രിന്റ് ചെയ്ത് വെച്ചു, ഇസ്രായേൽ രാഷ്ട്രമാകില്ല. 1947 അവരത് പ്രിന്റ് ചെയ്തത്. ക്രിസ്ത്യാനികൾ പറഞ്ഞു, യഹൂദൻ രാജ്യമാകില്ല. അതുകൊണ്ട് യഹൂദന് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ ആത്മിക ഇസ്രായേലായ സഭയ്ക്ക് വരും. അതിന്റെ പേരാ റീപ്ലേസ്മെന്റ് തിയോളജി. യഹൂദനോട് ചോദിച്ചാൽ എസെക്കിയേൽ 37-ാം അധ്യായത്തിൽ ഞങ്ങളുടെ ആശ നഷ്ടപ്പെട്ടു പോയി, ഞങ്ങളുടെ ആശയ്ക്ക് ഭംഗം വന്നു, മടങ്ങി വരുന്നത് സാധ്യമല്ല, ലോകത്തിന് 4 കോണിലും ചിതറി ദൈവപുത്രൻ പറഞ്ഞ പോലെ ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ നിന്നെ ചിതറിക്കുമെന്ന് പറഞ്ഞപ്പോൾ
കേരളത്തിലും വന്നവർ പാർത്തു. കൊച്ചിയിലും കൊടുങ്ങല്ലൂരും മാളയിലും എന്തിന് യഹൂദൻ വന്ന് പാർത്തു? കേരളം ഭൂമിയുടെ ഒരു അറ്റമാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ പോയി. എന്തു ദൂരെയാണ് ഓസ്ട്രേലിയ. അവിടെ ചെന്നപ്പോൾ സിഡ്നി മുതലായ സ്ഥലങ്ങളിൽ യഹൂദന്മാരുണ്ട്. അന്ന് ചിതറിക്കപ്പെട്ട യഹൂദന്മാർ അവിടെ പാർക്കുകയാണ്, ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. എന്നാൽ ഇന്ന് രാത്രി ഓർക്കണം, അവരുടെ രാജ്യം യഥാസ്ഥാനപ്പെട്ടു. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ക്രിസ്തുവിന് 586 വർഷം മുമ്പ് 2000-ലധികം വർഷം സ്വന്തം ഭരണമില്ലാത്ത രാജ്യമായി കിടന്നു. ഇവർ ബാബിലോണിയർ, മേദപാർഷ്യർ, ഗ്രീക്കുകാര്, റോമാക്കാര്, ബൈസന്റൈന്, ബ്രിട്ടീഷുകാര്, എന്തിനു പറയുന്നു ഓട്ടോമൻ എംപയർ, തുർക്കികള്, ഇങ്ങനെ മാറി 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 അവരെ ഭരിച്ചപ്പോൾ അവര് സ്വന്തമായി ഒരു ഭരണമില്ലാതെ, രാജ്യമില്ലാതെ ഭരണം നടക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ആദ്യമായി ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഭൂമിയിൽ പിറന്നു വീണു. 1948 മെയ് മാസം 14-ാം തീയതി. അത് പ്രവാചകന്മാർ പറഞ്ഞതാണ്. ഇനിയും ബാക്കി ഞാൻ എടുക്കണമോ എന്ന് സംശയിക്കുകയാണ്. അവരുടെ യഥാസ്ഥാനത്തിന്റെ കഥ നോക്കിയാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൃഷി നടക്കുന്ന ഒരു രാജ്യം അവരാണ്. അവരുടെ ഭൂമി നോക്കുക, 1800-ആം ആണ്ടുകളിൽ അതിലെ യാത്ര ചെയ്തവരൊക്കെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഭൂമി ഫലഭൂഷ്ടമാണ്, പക്ഷേ ശൂന്യത. മനുഷ്യനുമില്ല, മൃഗവുമില്ല, വൃക്ഷങ്ങളില്ല, ശൂന്യത മാത്രം. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു, ശൂന്യത, ശൂന്യത, മുഴുവൻ ശൂന്യത, ഒന്നുമില്ല. അതാണോ ഇസ്രായേൽ ഇന്ന്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഴങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യം, പച്ചക്കറികൾ കയറ്റി അയക്കുന്ന രാജ്യം. പഴങ്ങളും പച്ചക്കറികളും കയറ്റി അയക്കുന്നു. അവരുടെ ഭൂമി ഇന്ന് ഏദൻ തോട്ടം പോലെ ആയിത്തീരുകയാണ്. തീർന്നില്ല. അവര് ഒരിക്കലും ഒരു യുദ്ധത്തിന്റെ വിജയം കണ്ടിട്ടില്ല. 48-ൽ അവർ പിറന്നു വീണ ശേഷം ഇന്ന് വരെ ഒരു യുദ്ധത്തിലും അവർ പരാജയപ്പെട്ടിട്ടില്ല. എന്താണ് ഇതിന്റെ കാരണം? പ്രവാചകന്മാർ പറഞ്ഞത് ഒന്നൊന്നായി നിവർത്തിക്കപ്പെടുകയാണ്. ഞാൻ ഇസ്രായേലിൽ അനേക പ്രാവശ്യം പോയിട്ടുണ്ട്. പാലും തേനും ഒഴുകുന്ന ദേശമായിരുന്നു. നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പശുക്കൾ പാല് കൊടുക്കുന്നത് ഇന്ന് ഇസ്രായേലിലെ പശുക്കളാണ്. 10,200 ചില്ലുവാനം കിലോഗ്രാം പാല് ഒരു വർഷം ഒരു പശു ഉൽപ്പാദിപ്പിക്കും. അമേരിക്കയിലെയും ബ്രിട്ടീഷുകാരുടെയും യൂറോപ്പിലെ പശുക്കൾ അത്രയും പാലുകൾ ഉൽപ്പാദിപ്പിക്കത്തില്ല. അവിടെയുള്ള ഫാമുകളിൽ ഞാൻ പോയിട്ടുണ്ട്, അവിടെയുള്ള കൃഷിയിടങ്ങളിൽ പോയിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും, പ്രവാചകന്മാർ പറഞ്ഞത് ഓരോന്നും യഥാസ്ഥാനപ്പെടുന്നു. ഞാൻ ഒരു വാക്യം മാത്രം ഒന്ന് വായിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 62-ാം അധ്യായം എടുക്കാം. കൃഷിയെക്കുറിച്ച് മാത്രം ഞാനൊരു കാര്യം എന്നെടുത്തോട്ടെ, ബാക്കിയൊക്കെ ഞാൻ വിടാൻ പോവുകയാണ്. കാരണം നമുക്ക് വളരെ പ്രാധാന്യതയുള്ള മറ്റു ചില ഭാഗങ്ങൾ ചിന്തിക്കണം. ഓരോ ദിവസം കഴിയുമ്പോൾ കർത്താവിന്റെ വരവിന്റെ, ഞാൻ അതാണ് പറഞ്ഞത്, മാറ്റൊലി കേൾക്കുക മാത്രമല്ല, സമയം അതിക്രമിച്ചുവെന്ന് നമ്മളെ വ്യക്തമായി ബോധ്യമാക്കി തരുന്നു. യെശയ്യാ പ്രവചനം 62-ാം അധ്യായത്തിന്റെ 4-5 വാക്യം നോക്കിയാട്ടെ. നിന്നെ ഇനി അസുബ എന്ന് വിളിക്കുകയില്ല, നിന്റെ ദേശത്തെ ശമാമ എന്ന് പറയുകയുമില്ല. നിനക്ക് എക്സീബ എന്നും നിന്റെ ദേശത്തിന് ബയൂല എന്നും പേർ ആകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, നിന്റെ ദേശത്തിന് വിവാഹം കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മതി, ആ വാക്യം കണ്ടോ? ആരാരെയാണ് വിവാഹം കഴിക്കുന്നത്? വിചിത്രമായ ഒരു വിവാഹം ദേശത്തെ കുറിച്ച് പറയുകയാണ്. ആ ദേശത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ യൗവനക്കാർ, അവിടെ വായിക്കുന്നു, നിന്റെ ദേശത്തെ വിവാഹം കഴിക്കും. ആ ദേശത്തിന്റെ പേരെന്തായിരുന്നു? അവിടെ വായിക്കുന്നുണ്ട്, ശമാമ എന്നും ശൂന്യ എന്നും അസൂബ തിക്ത എന്നുമായിരുന്നു.
മറന്നു കിടന്ന ഉപേക്ഷിക്കപ്പെട്ട ഭൂമിക്കാണ് ആ പേര്. പക്ഷേ നിന്റെ യൗവനക്കാർ ഈ ഭൂമിയെ വിവാഹം കഴിക്കും, ആ ഭൂമി പുളകിതമാകും, അത് ഫലം കായ്ക്കും. എന്നിട്ട് പറഞ്ഞു, ഈ ഭൂമിയുടെ പേര് ഇനി എങ്ങനെയാകും? ഹെബ്സിബ എന്നും ബയൂല എന്നും. ഹെബ്സിബ എന്ന് പറഞ്ഞാൽ എന്റെ പ്രമോദം, ബയൂല എന്ന് പറഞ്ഞാൽ വിവാഹസ്ഥ. നിങ്ങൾ ഇസ്രയേലിൽ ചെന്നാൽ, വിലാപം അതിന്റെ പ്രദേശത്തൊക്കെ ചെന്നാൽ നിങ്ങൾക്കൊരു വിചിത്ര കാര്യം കാണാം. ഇസ്രയേൽ മക്കൾ കല്ലുകളെ അവിടെ അവരുടെ വിലാപം അതിന്റെ കല്ലുകളെ ചുംബിക്കുന്നു, നെറ്റുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കല്ലുകളോടും മണ്ണിനോടും അവർക്ക് പ്രിയമാണ്. ഒരു കാര്യം ഓർപ്പിക്കാനാണ് ഞാൻ ഇത് വായിച്ചത്. ഇത് സംഭവിക്കുമ്പോൾ യെശയ്യാപ്രവചനം തന്നെ 27-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിയാട്ടെ. 27-ന്റെ 6-ാം വാക്യം മലയാള ഭാഷയിൽ അല്പം വ്യത്യാസമുണ്ട്. ഞാനത് എന്താണെന്ന് പറയാം. യെശയ്യാവ് 27-ന്റെ 6-ാമത്തെ വാക്യം. വരുംകാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്ത് പൂക്കുകയും അങ്ങനെ ഭൂതലത്തിന്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും. ഇസ്രായേൽ അവരും മടങ്ങി വരുമ്പോൾ, വേരൂന്നുമ്പോൾ ഭൂമിയുടെ ഉപരിതലം പഴങ്ങൾ കൊണ്ട് നിറയ്ക്കും. They will fill the world with fruits. ഇന്ന് നടക്കുന്നത് അതാണ്. യൂറോപ്പിലെ തീൻമേശയിൽ വിളമ്പുന്ന പഴങ്ങൾ ഇസ്രായേലിന്റെ മരുഭൂമിയിൽ വിളയുന്നതാണ്. സിട്രസ് ഫ്രൂട്ട്, ജാഫ്ന ഓറഞ്ച്, അവിടെയുള്ള മാതളപ്പഴം, അവിടെ ഉണ്ടാകുന്ന പഴങ്ങളാണ് യൂറോപ്പിന്റെ മേശയിൽ വിളമ്പുന്നത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അറബി രാജ്യങ്ങളിലും യൂറോപ്പിലും ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ ഇസ്രായേൽ പഴങ്ങൾ കയറ്റി അയക്കുന്നു. ഞാനത് വിശദീകരിക്കാതെ നിർത്തുകയാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഞാൻ ചാവുകളിലെ തീരത്ത് പോയപ്പോൾ അവിടെ ഒന്നും കിളിർക്കാത്ത ചാവുകടലിന്റെ തീരം, മരുപ്രദേശം, അവിടെ മുഴുവൻ നമ്മുടെ റബ്ബർ തോട്ടം പോലെ ഈന്തപ്പഴം നിൽക്കുകയാണ്. ഒരു വിരലിന്റെ വലുപ്പമുള്ള ഈന്തപ്പഴം അവർ ഉണ്ടാക്കിയെടുത്തു. അത് റബ്ബർ പോലെ ലൈനായിട്ട് നിൽക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കി, $80 ലക്ഷം ഈന്തപ്പഴം അവർ കയറ്റി അയക്കുന്നു. ഞാൻ ഈ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? തിരുവചനത്തിൽ രേഖപ്പെടുത്തി, ഇസ്രായേൽ മടങ്ങി വന്ന് വേരൂന്നുമ്പോൾ ഭൂമിയുടെ ഉപരിതലം they will fill the world with fruits. പ്രവാചകന്മാർ അത് പറഞ്ഞു, അത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞത് ഒന്നൊന്നായി സംഭവിക്കുന്നു. പത്രോസ് രേഖപ്പെടുത്തി, സകലവും യഥാസ്ഥാനപ്പെടുന്നത് വരെ സ്വർഗം അവനെ കൈക്കൊള്ളും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഈ പ്രവാചകന്മാർ പറഞ്ഞത് നിവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരും. ഞാനും നിങ്ങളും ആ കാലങ്ങളിലാണ് ജീവിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രം യഥാസ്ഥാനപ്പെട്ടു, ജനങ്ങൾ മടങ്ങി വന്നു, കൃഷി യഥാസ്ഥാനപ്പെട്ടു, കാലാവസ്ഥയ്ക്ക് മാറ്റം വന്നു, അവിടെ മഴ പെയ്യാൻ തുടങ്ങി, ലോകത്തിലെ ഒരു വൻ ശക്തിയായി മാറി. അത്തി തളർത്തു കഴിഞ്ഞു. ഇനി എന്താ സംശയം? നമ്മുടെ കർത്താവ് പറഞ്ഞു, അത്തി തളർത്തു കഴിഞ്ഞാൽ ഞാൻ അടുക്കൽ വാതുക്കലാണ്. ലോകത്തിൽ അസാധ്യമെന്ന് കരുതിയ യഹൂദ രാജ്യം 22-23 ഇസ്ലാമിക് രാജ്യങ്ങളുടെ നടുക്ക് ഒരു പൊട്ടുപോലെ പിറന്നു വീണു. അവർക്ക് കുടിയേറുവാൻ അനുവാദം കൊടുത്തില്ല. അവർക്ക് രാജ്യം സ്ഥാപിക്കാൻ ഈ രാജ്യങ്ങൾ അനുവദിച്ചില്ല. ദൈവത്തിന്റെ സമയം, ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്ന് അവരെ ഒരു രാജ്യമാക്കി തീർത്തു. എന്റെ മനസ്സിൽ ഓടി വരുന്ന വാക്യം, നമുക്ക് എസെക്കിയേൽ പ്രവചനത്തിലേക്ക് മടങ്ങി വരാം. അതിന്റെ 36-37 ഞാൻ പറഞ്ഞു. അത് യഹൂദന്റെ യഥാസ്ഥാനത്തെ കുറിച്ച് പറയുകയാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 36-ാം അധ്യായം നിങ്ങൾ എടുത്താൽ, ഒരു പേനയോ പെൻസിലോ കയ്യിൽ വെച്ച് നിങ്ങൾ അധ്യായം ഒരു വട്ടം വായിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു വാക്ക് നിങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തിയാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ കഴിയും. ഈ 36-ാം അധ്യായത്തിൽ 21 പ്രാവശ്യം ദൈവം പറയുന്നുണ്ട്, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. ഐ വിൽ, ഐ വിൽ, ഐ വിൽ. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്നത് 21 പ്രാവശ്യം എസെക്കിയേൽ 36-ൽ പറയുന്നു. അവിടെ വായിച്ചു നോക്കിയാൽ ഒരു കാര്യം അറിയാം. ഇസ്രായേലിൽ സംഭവിച്ചതൊന്നും
അവിചാരിതമല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണ്. ഒരു വാക്യം വായിക്കാം, 24-ാം വാക്യം ഒന്ന് വായിച്ച് കേട്ടോണേ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ആ വാക്യം കണ്ടോ? ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കും, സകല രാജ്യങ്ങൾ നിങ്ങളെ കൂട്ടും, സ്വന്തം ദേശത്ത് ഞാൻ വരുത്തും. സ്വന്തം ദേശം എന്ന് പറഞ്ഞത് കനാൻ നാടാണ്. അത് ദൈവം ഉടമ്പടിയാൽ അവർക്ക് കൊടുത്തതാണ്. ലോകം അവർക്ക് രാജ്യമായി ഉണ്ടാക്കുവാൻ മറ്റ് സ്ഥലങ്ങൾ വെച്ച് നീട്ടി. എന്റെ കയ്യിൽ ആ ലിസ്റ്റുണ്ട്. 17 സ്ഥലങ്ങൾ, ജനപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങൾ യഹൂദന് കൊടുത്തു. നിങ്ങൾ അവിടെ രാജ്യം ഉണ്ടാക്കിക്കോ, ഇവിടെ വേണ്ട. 22-23 ഇസ്ലാമിക രാജ്യങ്ങളുടെ മധ്യത്തിൽ നിങ്ങളുടെ രാജ്യം വേണ്ട, അത് പ്രശ്നമാകും, ലോക സമാധാനത്തിന് വെല്ലുവിളിയാകും. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിങ്ങളെ ഞാൻ കൂട്ടി സ്വന്തം ദേശത്ത് തന്നെ കൊണ്ടുവരും. ഈ രാത്രിയിൽ കേൾക്കണോ, ഇന്ന് ഇസ്രയേലിൽ പാർക്കുന്നവർ ഏതാണ്ട് 130 രാജ്യത്തുനിന്ന് വന്നവരാ. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഏതാണ്ട് 60 വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചുകൊണ്ട് 130 രാജ്യത്ത് നിന്ന് യഹൂദനെ ദൈവം പറഞ്ഞ പോലെ അവന്റെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നു. യെസ്, ഇത് അത്ഭുതമാണ്. ലോകമനുഷ്യർ അവർക്ക് 17 വ്യത്യസ്ത സ്ഥലങ്ങൾ വെച്ച് നീട്ടി. ജനപ്പാർപ്പില്ലാത്ത ഇടങ്ങളിൽ ഇസ്രയേലെ നീ രാജ്യമുണ്ടാക്കിക്കോ, ഇവിടെ വേണ്ട, ഇവിടം പ്രശ്നമാണ്, മുസ്ലിം രാജ്യങ്ങളുടെ നടുക്ക് നിങ്ങൾക്ക് രാജ്യം വേണ്ട. പക്ഷേ ദൈവം പറഞ്ഞു, പ്രവാചകന്മാർ മുഖാന്തരം, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ടുവരും. ഏതാണ് നിവർത്തിക്കപ്പെട്ടത്? ഇതാണ് പത്രോസ് പറഞ്ഞത്, വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞതൊക്കെ യഥാസ്ഥാനപ്പെടണം. ഇസ്രയേൽ രാജ്യം അവിടെ മടങ്ങി വന്ന് രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ രാത്രി പ്രിയപ്പെട്ട നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ, അവർ മടങ്ങി വന്നപ്പോൾ പകുതി ജനങ്ങൾക്ക് അന്യോന്യം സംസാരിപ്പാൻ അറിയില്ല, ഭാഷ തിരിയില്ല. നമ്മുടെ കുട്ടികൾ വിദേശത്ത് പോയി, അമേരിക്കയിൽ പോയി ഒരു 50 വർഷം കഴിഞ്ഞ് മടങ്ങി വന്നാൽ അവരാരും മലയാളം സംസാരിക്കില്ല. ഈ യഹൂദന്മാർ 2000-ത്തിലധികം വർഷം മറ്റ് രാജ്യത്ത് കിടക്കുകയാണ്. അവരുടെ ഭാഷ അവിടെയുള്ള ഭാഷയോട് ചേർന്ന് യിഡിഷും ലാഡിനോ എന്നൊക്കെ പറയുന്ന ഭാഷയുണ്ടായി. അവർക്ക് യഹൂദ മതത്തിന്റെ ഭാഷ, എബ്രായ ഭാഷ മറന്നുപോയി. എന്നാൽ സഫന്യാവ് 3, ജെരമ്യാവ്, യെശയ്യാവ്, ഈ പ്രവാചകന്മാർ രേഖപ്പെടുത്തി വെച്ചു, നിന്നെ ഞാൻ മടങ്ങിക്കൊണ്ടിരുമ്പോൾ വീണ്ടും നിന്റെ രാജ്യത്തെ എബ്രായ ഭാഷ സംസാരിക്കും. സഫന്യാവ് 3:7 തോന്നുന്നു, വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകട്ടെ. പ്രവാചകൻ പറഞ്ഞു. അത് എലിയാസർ ബെൻ യഹൂദ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രയത്നിച്ചതിന്റെ ഫലമായി യഹൂദന്റെ മാതൃഭാഷ, അവർ 48-ൽ ഇസ്രയേൽ ഒരു രാജ്യമായി പിറന്നു വീഴുമ്പോൾ അവരുടെ മാതൃഭാഷ എബ്രായ ഭാഷയായി. ഇസ്രയേലിൽ ഞാൻ അനേക പ്രാവശ്യം പോയി. അവിടെയുള്ള ബോർഡുകള്, അവിടെയുള്ള ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എബ്രായ ഭാഷയിലാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ മാതൃഭാഷയിലാണ്. ഞാൻ ഈ രാത്രിയിൽ ഓർപ്പിക്കട്ടെ, മരിച്ചുപോയ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ മൃതപ്രായമായ ഒരു ഭാഷയും ഈ വിധത്തിൽ പുനർജീവിപ്പിക്കപ്പെട്ടിട്ടില്ല. ലോകത്തിൽ മരിച്ചുപോയ ഭാഷ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു ഭാഷയുള്ളൂ, അത് എബ്രായ ഭാഷയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രവാചകന്മാർ പറഞ്ഞിരുന്നു, വീണ്ടും എബ്രായ ഭാഷ സംസാരിക്കും. അവരുടെ നാട്ടിൽ നിന്ന് എബ്രായ ഭാഷ സംസാരിക്കുന്നു. അവരുടെ മാതൃഭാഷ എബ്രായ ഭാഷയാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, ഇത് കഴിയുമ്പോഴാണ്, ഈ യഥാസ്ഥാനത്തിന്റെ കാലത്തിലാണ് പുരാതനമായ പ്രവാചകന്മാർ രേഖപ്പെടുത്തിയത്. പണ്ടേ പറഞ്ഞത് അതല്ലേ എന്ന് ദൈവം ചോദിച്ചതുപോലെ എസെക്കേൽ 38-ഉം 39-ഉം നിവർത്തിക്കപ്പെടുന്നു. റഷ്യയും റഷ്യയോടുകൂടെ ഒരു കൂട്ടം രാജ്യങ്ങൾ അവിടെ വരികയാണ്. നിങ്ങൾക്കറിയാമോ,
ഇസ്ലാമിക് രാജ്യങ്ങൾ ഒന്നിച്ചാണ് ഇസ്രയേലിനോട് യുദ്ധം ചെയ്തത്. പഴയ കാലങ്ങൾ ശ്രദ്ധിച്ചാൽ 67-ലെ യുദ്ധം 48-ലെ യുദ്ധം ഇസ്രയേൽ പിറന്നു വീണപ്പോൾ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടെ യുദ്ധം ചെയ്തു. തീർന്നില്ല. 1956 വീണ്ടും അറബികൾ യുദ്ധത്തിനായി കൂടി വന്നു. തീർന്നില്ല. 67-ലെ 6 ദിവസത്തെ യുദ്ധം അറബികൾ ഒന്നിച്ചു വന്നു. 73-ലെ യോം കിപ്പർ യുദ്ധം അറബികൾ ഒന്നിച്ചു വന്നു. 1982-ലെ ലെബനോൻ യുദ്ധം, അന്നും അറബികൾ ഇസ്രായേലിനോട് ഒന്നിച്ചെന്ന് എതിർത്ത് നിൽക്കുകയാണ്. എന്നാൽ ഈ വിശുദ്ധ വേദപുസ്തകം, ഈ ബൈബിളിൽ 2600 വർഷം മുമ്പ് എഴുതി വെച്ചു. ഈ ബൈബിളിൽ 2600 വർഷം മുമ്പ് എഴുതി വെച്ചു, അറബി രാജ്യം രണ്ടായി തിരിയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അറബി രാജ്യം രണ്ടായി തിരിയുമെന്ന് ഈ പ്രവചനം 38-ൽ പറയുന്നുണ്ട്. എസെക്കിയേൽ 38-ൽ. നിങ്ങളിൽ ചിലര് കേട്ട് കാണും, വാർത്തകൾ വായിക്കുന്നെങ്കിൽ നിങ്ങളിൽ ചിലരെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് നടന്ന ഒരു സംഭവം ഞാൻ ഓർപ്പിക്കാം. 2020 അറബി രാജ്യങ്ങൾ, UAE, ബഹ്റിൻ മുതലായ രാജ്യങ്ങൾ 2020 ഓഗസ്റ്റിൽ ഇസ്രയേലുമായിട്ടൊരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. സാധാരണ ഒപ്പുവെക്കലല്ല. ഈജിപ്തും ജോർദാനും ഇസ്രയേലിനോട് സമാധാന ഉടമ്പടി ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ 2020 ഓഗസ്റ്റ് മാസത്തിൽ വെച്ച ഉടമ്പടിയുടെ പേരാണ് അബ്രഹാം അക്കോർഡ്. എന്തോ പറ്റി? ഈ ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോൾ UAE-യിൽ നിന്ന് സഹോദരന്മാരുടെ ഫോൺ കോൾ വന്നു. അന്ന് കോവിഡിന്റെ സമയമാണ്. എന്നോട് സൂമിലൂടെ ഒരു മീറ്റിംഗ് എടുക്കണം ബ്രദറെ, ഇതിനെക്കുറിച്ചൊന്ന് എടുക്കണം. ഞാൻ അവർ പറയുന്നതിന് മുമ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വചനത്തിൽ. ഞാനത് UAE-യിലെ സഹോദരന്മാർക്ക് വേണ്ടി എടുത്തു. ഞാൻ ഓർപ്പിക്കട്ടെ, അവരതിന്റെ ശേഷം എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻ തരാൻ തുടങ്ങി. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ UAE ഗവൺമെന്റ് 1971 നോക്കുക, 1971 UAE യൂണിയൻ അവരോടുള്ള ഈ ഉടമ്പടിയോടുള്ള UAE ഉണ്ടായത് 1971-ലാണ്. 49-50 വർഷം ഇസ്രയേലുമായിട്ട് യാതൊരു നയതന്ത്ര ബന്ധമില്ല. ഗൾഫിൽ ജോലി ചെയ്തിട്ടുള്ളവരിവിടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനും ഗൾഫിൽ ജോലി ചെയ്തു 18 വർഷം. 94-ലാണ് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നത്. അറബി രാജ്യത്ത് ഏറിയ പങ്ക് സാധനങ്ങളും ഇറക്കുമതി ചെയ്യുകയാണ്. ബാങ്കിലൂടെ LC ഓപ്പൺ ചെയ്താണ് ഇറക്കുമതി ചെയ്യുന്നത്. ബാങ്കിലൂടെ എന്ത് സാധനവും ഇറക്കുമതി ചെയ്യുവാൻ LC തുറക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിന്റെ പേരാണ് ഇസ്രയേൽ ബോയ്ക്കോട്ട് സർട്ടിഫിക്കറ്റ്. ഏത് ബാങ്കിലും ഒരു LC ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ഇറക്കുന്ന സാധനം ഇസ്രയേലുമായിട്ട് ബന്ധമില്ല എന്ന സർട്ടിഫിക്കറ്റാണ് ഇസ്രയേലി ബോയ്ക്കോട്ട് സർട്ടിഫിക്കറ്റ്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ എനിക്കറിയാമായിരുന്നു ഇസ്രയേലി ബോയ്ക്കോട്ട് സർട്ടിഫിക്കറ്റ്. എന്തുകൊണ്ടാണ് 2020 ഓഗസ്റ്റിൽ UAE ഗവൺമെന്റ്, ബഹ്റിൻ മുതലായ രാജ്യങ്ങൾ ഒരു നോർമലൈസേഷന് വേണ്ടി അബ്രഹാം അക്കോർഡ് ഒപ്പുവെച്ചിട്ട്, എന്റെ പ്രിയ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, UAE-യുടെ എംബസി ഇസ്രയേലിൽ തുടങ്ങി, ഇസ്രയേലിന്റെ എംബസി UAE-യിൽ തുടങ്ങി. ഈ ഉടമ്പടി ഒപ്പുവെച്ച് 1 വർഷം കഴിഞ്ഞു. ഓഗസ്റ്റ് 2021 5000 യഹൂദന്മാർക്ക് UAE-യിൽ പാർക്കുവാൻ പെർമനന്റ് വിസ കൊടുത്തു. വിസിറ്റിംഗ് വിസ യഹൂദന് കൊടുക്കുന്നു. ഇവിടെയുള്ള UAE ഗവൺമെന്റിന്റെ ഗവൺമെന്റ് പ്രതിനിധികൾ അവിടെ പോകുന്നു. അവരെ നോക്കി കൃഷിയും മറ്റും പഠിക്കുമ്പോൾ ഇസ്രയേലിൽ നിന്ന് ആളുകൾ വന്ന് അവരെ പഠിപ്പിക്കുന്നു. ഒരു യഹൂദ സ്ത്രീ അവരുടെ ഒരു കിഡ്നി അബുദാബിയിലുള്ള ഒരു അറബിക്ക് ഡൊണേറ്റ് ചെയ്തു, കിഡ്നി റീപ്ലാന്റ് ചെയ്യാൻ. ഒരിക്കലും ചരിത്രത്തിൽ നടക്കത്തില്ല. എന്തുകൊണ്ടാണ്? ഈ രാജ്യങ്ങൾ
ഈ വിധത്തിൽ ഇസ്രയേലിനോട് ഉടമ്പടി ചെയ്യുന്നത് ഈ ബൈബിളിൽ ഒരു വാക്യം വായിക്കാം. കഴിഞ്ഞ രാത്രി ഞാൻ ചൂണ്ടിക്കാണിച്ചു, റഷ്യയോട് ദൈവം പറഞ്ഞു, നിന്റെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങൾ ആരാണ്? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇസ്ലാം തീവ്രവാദത്തിന് കൊടുത്ത രാജ്യങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളല്ല. എന്നാൽ തീവ്രവാദത്തിന് കൊടുത്ത രാജ്യമാണ് ഇറാൻ, ലിബിയ, എത്യോപ്യ, സുഡാൻ, ടർക്കി. ഈ രാജ്യങ്ങളൊക്കെ ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ കരം ഉയർത്തി നിങ്ങളോട് പറയട്ടെ, ആ രാജ്യങ്ങൾ ഇന്ന് റഷ്യയുടെ ചേരിയിലാണ്. ഇവിടെ ദൈവം 2600 വർഷം മുമ്പ് പേരെടുത്ത് പറഞ്ഞു, നീ അവർക്ക് മേധാവിയാകണം. 7-ാം വാക്യം നോക്കിയേ, നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുക, നീ അവർക്ക് മേധാവിയായിരിക്കുക. ഈ രാജ്യങ്ങൾക്ക്, ഈ തീവ്രവാദ രാജ്യങ്ങൾക്ക് മേധാവി ആരാണ്? കമാൻഡർ ആരാണ്? നേതാവ് ആരാണ്? റഷ്യയാണ്. ഇന്നത്തെ രാഷ്ട്രീയ ഗതി നിങ്ങൾ കണ്ടോ? റഷ്യ ഇന്ന് ഈ രാജ്യങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. അതേസമയം ഈ രാജ്യങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്നു, നീ ഒടുക്കം വന്നു ചേരും. ഇസ്രയേൽ പർവ്വതങ്ങളിൽ ആക്രമിക്കും, കൊള്ളയിടാനായിട്ട് വരുമ്പോൾ വേറെ ഒരു കൂട്ടം അറബി രാജ്യങ്ങൾ ഇതിനെ എതിർക്കുന്നത് കാണുന്നു. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ശബയും ദദാനും തർശീസ് വാർത്തകന്മാരും അതിലെ സകല ബാലസമൂഹങ്ങളും നിന്നോട്, നീ കൊള്ളയിടുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്ത് കൊണ്ടുപോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിക്കുവാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. നോക്കുക, റഷ്യയോടുകൂടെ ഒരു കൂട്ടം തീവ്രവാദ രാജ്യങ്ങളോട് ചേർന്ന് നാം ഓർത്ത പോലെ ഇറാൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ആ രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ദൈവം 2600 വർഷം മുമ്പ് എഴുതി വെച്ചത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൺമുമ്പിൽ ദൈവം വരച്ചു തരികയാണ്. ഇവിടെ നോക്കുക, ആരാണ് 13-ാം വാക്യത്തിൽ? ശെബയും ദദാനും തർശീശ് വർത്തകന്മാരും. അവര് ചോദിക്കുകയാണ്, നീ കൊള്ളയിടാനാണോ വന്നത്? നീ പൊന്നും വെള്ളിയും കവർന്നു കൊണ്ടുപോകാനാണോ വന്നത്? മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ആ തീവ്രവാദ രാജ്യങ്ങളോട് ചേരാതെ മറുതലിച്ചു നിൽക്കുന്നു. അവര് ഇതിനെ ചോദ്യം ചെയ്യുന്നു. ആരോട് ചേർത്താ ചോദ്യം ചെയ്യുന്നത്? തർശീശ് വർത്തകന്മാരോട്. എടുക്കാം. ആദ്യം നമുക്ക് നോക്കാം, ആരാണ് ഈ ശേബയും ദദാനും? ബൈബിൾ കൊണ്ട് പഠിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം എടുത്താട്ടെ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എത്തിയ ദിവസങ്ങളെ വിലയിരുത്തുവാൻ ഈ പ്രവചനങ്ങളും നമ്മുടെ കൺമുമ്പിൽ നടക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായം. 25-ാം അധ്യായം. അബ്രഹാമിന്റെ ഭാര്യ സാറ മരിച്ചുപോയി. സാറ മരിച്ച ശേഷം കെത്തൂറ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിഗ്രഹിച്ച് ഭാര്യയായിട്ട് എടുക്കുകയാണ്. കെത്തൂറ, നമുക്ക് 1-ാം വാക്യം. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾക്ക് കെത്തൂറ എന്ന് പേർ. അവൾ സിമ്രാൻ, യൊക്താൻ, മേദാൻ, മിദ്യാൻ, ഇസാഖ്, ശൂവാഹ് എന്നിവരെ പ്രസവിച്ചു. നമ്മൾ ഓർക്കും എന്തിനായി പേരൊക്കെ പറയുന്നു. 10-ാം അധ്യായം നോക്കിയാൽ ഒരുപാട് പേര് കാണാം. ഞാൻ ഓർപ്പിക്കട്ടെ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഈ പേരിന്റെ പ്രാധാന്യത നമുക്ക് മനസ്സിലാകും. ഇവിടെ പറയുകയാണ് കെത്തൂറയുടെ മക്കളുടെ പേര്. 2-ാമത്തെ മകൻ ആരാണ്? യൊക്ശാൻ. അത് അണ്ടർലൈൻ ചെയ്തു കൊള്ളുക. 2-ാമത്തെ മകന്റെ പേരാണ് യൊക്ശാൻ. ഇനി യൊക്ശാന്റെ മക്കളെ കുറിച്ച് നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3-ാമത്തെ വാക്യം, 25-ന്റെ 3-ാമത്തെ വാക്യം. ഉൽപ്പത്തി 25-ന്റെ 3-ാമത്തെ. യോക്സാൻ ശെബയെയും ദദാനെയും ജനിപ്പിച്ചു. ദദാന്റെ പുത്രന്മാർ മതി. അവിടെ നോക്കിയേ, അബ്രഹാമിന് കെത്തൂറയിൽ ഉണ്ടായ ആൺമക്കളിൽ 2-ാമത്തെ മകനാണ് യൊക്താൻ.
യൊക്താന്റെ മക്കളാണ് ആര്? ശെബയും ദെദാനും. ദെദാനും. നമ്മൾ നോക്കുക, ആരായി ശെബയും ദെദാനും? അവരാണ് എതിർക്കുന്നത്. ഇനിയും നമ്മൾ ഓർക്കണം, ഈ അധ്യായത്തിൽ അബ്രഹാം ജീവിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്തു. 6-ാമത്തെ വാക്യം നോക്കിയേ. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസ്ഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. എന്റെ സഹോദരന്മാരെ, ബൈബിളിൽ ഒരു വാക്ക് പോലും അവിചാരിതമായി വന്നിട്ടില്ല. നമ്മൾ 5-ാം വാക്യത്തിൽ വായിക്കുന്നു, അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിന് കൊടുത്തു. അബ്രഹാം ദൈവം വാക്ക് പറഞ്ഞു വാഗ്ദത്തത്താൽ കൊടുത്ത ഭൂമി, ഇസ്രായേലിന്റെ ഭൂമി ഇസ്ഹാക്കിന് കൊടുത്തു. അബ്രഹാം ജീവനോടിരിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 6-ാം വാക്യത്തിൽ വെപ്പാട്ടികളുടെ മക്കൾക്ക്. ആരാണിത്? അബ്രഹാമിന് വെപ്പാട്ടികൾ ബഹുവചനം. 1 ഹാഗർ, 2 കെതൂറ. അവരുടെ മക്കൾ. അബ്രഹാമിന് ഹാഗറിലുണ്ടായ മകനാണ് ആര്? ഇസ്മായേൽ. ഇസ്മായേലിന് എത്ര മക്കളുണ്ട്? 12 മക്കൾ. അത് 25-ാം അധ്യായത്തിന്റെ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. യാക്കോബിന് മാത്രമല്ല 12 മക്കൾ, ഇസ്മായേലിനും 12 മക്കളുണ്ട്. 12 പുത്രന്മാരായ ഇസ്മായേലിന്റെ പുത്രന്മാർ മതി, 12 മക്കൾ. കെതൂറയുടെ മക്കള് 6 മക്കള്, അവരുടെ മക്കള്. അബ്രഹാം എന്ത് ചെയ്തു? ജീവനോടിരിക്കുമ്പോൾ അവരെ എങ്ങോട്ട് അയച്ചു? ഇസാക്ക് ജീവിക്കുന്നിടത്ത് നിന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി കിഴക്ക് ദേശത്തിലേക്ക് അയച്ചു. നിങ്ങൾ ബൈബിളിലെ മാപ്പുണ്ട് നിങ്ങളുടെ കയ്യില്. നിങ്ങൾ അതെടുത്തു വെച്ചൊന്ന് കണ്ണോടിച്ചേ. ഞാൻ ചിലപ്പോൾ ഈ മാപ്പൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നിങ്ങളെ മാപ്പ് എടുത്തൊന്ന് നോക്കിക്കേ. ഇസ്രായേൽ രാജ്യത്തിന്റെ ഭൂമിയുടെ കിഴക്ക് കിടക്കുന്ന സ്ഥലം ഏതാണ്? അറേബ്യൻ പെനിസുല, അറേബ്യൻ മരുഭൂമിയാണ്. ഇസ്രായേലിന്റെ കിഴക്ക് കിടക്കുന്നത് അറേബ്യൻ മരുഭൂമിയാണ്. ഇസ്രായേലിന്റെ പടിഞ്ഞാറ് കിടക്കുന്നത് മെഡിറ്ററേനിയൻ കടലാണ്. ഈ മക്കളെ ഇസാക്ക് ഒഴിച്ച് ബാക്കിയുള്ള മക്കളെയും കൊച്ചുമക്കളെയും അബ്രഹാം അയക്കുന്നത് അങ്ങോട്ടാണ്. ശെബയും ദെദാനെയും അങ്ങോട്ട് അയച്ചു. വിശദീകരിക്കാതെ ഞാൻ പറയട്ടെ, അറേബ്യൻ മരുഭൂമി, അവരുടെ മക്കൾ അവിടെ പെറ്റുപെരുകി. അവരുടെ മക്കള്, ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. ജെരമ്യാവ് 25-ന്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചേ. ജെരമ്യാവ് 25-ന്റെ 24-ാമത്തെ വാക്യം. യെരമ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. എല്ലാ അരാബ്യ രാജാക്കന്മാരെയും മരുവാസികളായ സമ്മിശ്ര ജാതിയുടെ സകല രാജാക്കന്മാരെയും. എന്റെ പ്രിയപ്പെട്ടവരെ, മരുവാസികളായ അറേബ്യൻ രാജാക്കന്മാർ, മരുവാസികളായ അറേബ്യൻ രാജാക്കന്മാർ, അവരുടെ പേര് പറയുന്നു സമ്മിശ്ര രാജാക്കന്മാർ. കിങ് ഓഫ് അറേബ്യ, മിങ്കിൾഡ് പീപ്പിൾ. അവർ അന്യോന്യം കല്യാണം കഴിച്ചു, അവരുടെ മക്കളുണ്ടായി. അവർ പാർക്കുന്ന സ്ഥലം എവിടെയാണ്? അറേബ്യൻ മരുഭൂമിയാണ്. അവിടെ ആരാ പാർക്കുന്നത്? സൗദി അറേബ്യ, UAE, ബഹ്റിൻ, ഖത്തർ, ഒമാൻ, യമൻ, ഈ രാജ്യങ്ങളാണ് അവിടെ പാർക്കുന്നത്. നിങ്ങൾ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിക്കേ. ശേബയുടെയും ദെദാന്റെയും മക്കളും ഇസ്ഹാക്കിന്റേതല്ലാതെ അബ്രഹാമിന്റെ വെപ്പാട്ടികളുടെ മക്കള് പാർക്കുന്നത്, അവർക്ക് കിഴക്കോട്ടുള്ള സ്ഥലം കൊടുത്തു. അറേബ്യൻ മരുഭൂമിയുടെ താഴോട്ടവർ കുടിയിരുന്ന് താഴെ യമന്റെ പ്രദേശത്ത് വരെ വന്നു. ഇനി ഞാനൊരു രഹസ്യം പറയാം. ഈ മുസ്ലിം രാജ്യങ്ങൾ എങ്ങനെയുള്ളവരാ? മിതവാദികളായ സുന്നി രാജ്യങ്ങളാണ്. സുന്നി രാജ്യങ്ങൾ. ഇസ്ലാം രണ്ടായി തിരിഞ്ഞു, ഷിയകളും സുന്നികളും. റഷ്യയുടെ നേതൃത്വത്തിൽ വരുന്നത് പ്രധാനമായി ഷിയകളാണ്. ഇറാന്റെ നേതൃത്വത്തിൽ
എന്നാൽ സുന്നി രാജ്യങ്ങൾ സമാധാനപൂർണരാണ്. അറേബ്യയിലുള്ള ഗൾഫ് രാജ്യങ്ങൾ UAE, ബഹ്റിൻ, ഖത്തർ, ഒമാൻ, യമൻ, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങൾ. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാജ്യങ്ങൾ ആരോടാണ് ചേർന്ന് നിൽക്കുന്നത്? ഇവിടെ വായിച്ചത് കണ്ടോ? ഇവിടെ നമ്മൾ വായിച്ചത് കണ്ടോ? ആരോടുകൂടെയാണ് അവർ നിൽക്കുന്നത്? ശെബയും ദെദാനും. റഷ്യയോടുകൂടെ തീവ്രവാദികളായ ഇസ്ലാമിക് രാജ്യങ്ങൾ നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നു ആരോടുകൂടെയാ? ശെബയും ദെദാനും. ആരാണ്? തർശീശ് വർത്തകന്മാരും. ഈ തർശീശ് വർത്തകന്മാരെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വായിച്ചാൽ മെർച്ചന്റ്സ് ഓഫ് തർശീഷ്. അവരുടെ വ്യാപാരത്തെ കുറിച്ച് ഒരു വാക്ക് വായിക്കാം. യെശയ്ക്കേൽ പ്രവചനം 27-ാം അധ്യായം എന്നെടുത്താട്ടെ, അതിന്റെ 12-ാം വാക്യം നോക്കി. അവര് വ്യാപാരം ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഇവരാരാണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. തർശീസിനെ കുറിച്ചാണ് പറയുന്നത്. തർശീസ് സകലവിധ സമ്പത്തിന്റെയും പെരുപ്പം നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളിയം, കാരിയം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു. തർശീസ് വ്യാപാരം ചെയ്തത് ടിന്നും ഇരുമ്പുമൊക്കെയാണ്. നിങ്ങൾക്കറിയാമോ ബ്രിട്ടൻ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? ബാരിറ്റാനിയ എന്ന വാക്കിന്റെ അർത്ഥം ടിൻ മർച്ചന്റ്സ്, ടിന്നു വിൽക്കുന്നവർ. കപ്പലുകളിൽ ടിന്നു വിറ്റവരാണ് ഈ ബ്രിട്ടീഷുകാർ. ബ്രിട്ടനിൽ ഒരുപാട് ഖനിഗർഭങ്ങൾ ഉണ്ടായിരുന്നു ടിന്നിന്റെ. അവര് സോരെന്ന് പറയുന്ന, ടയർ എന്ന് പറയുന്ന തുറമുഖത്ത് ഈ ചരക്കൊണ്ട് വിൽക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനിയും ഈ ഇവിടെ വായിച്ചു ദ മർച്ചന്റ്സ് ഓഫ് ടർഷീഷ്, ബ്രിട്ടീഷുകാരാണെന്ന് യാതൊരു തർക്കവുമില്ല. അതിന്റെ ബാലസിംഹങ്ങൾ. ആരാ ഈ ബാലസിംഹങ്ങൾ? അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നോ? ഇല്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മളൊക്കെ പാർക്കുകയാണ് പുരാതന കാലം തൊട്ട്. അമേരിക്കയിലോ? അമേരിക്കയിൽ സായിപ്പന്മാരൊന്നുമില്ല. പിന്നെ അവിടെ ആരായിരുന്നു? റെഡ് ഇന്ത്യൻസ്. തലയിൽ തൂവലൊക്കെ വെച്ച് നിൽക്കുന്ന റെഡ് ഇന്ത്യൻസ്. അമേരിക്കയിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഇവരെ കാണണമെങ്കിൽ തപ്പി നടക്കണം, കിട്ടത്തില്ല. മുഴുവൻ സായിപ്പന്മാരാ. എവിടെ നിന്ന് വന്നതാ ഇത്? ബ്രിട്ടനിൽ നിന്ന് കുടിയേറിയതാണ്. 17-ാം നൂറ്റാണ്ടിൽ 37 ദശലക്ഷം ആളുകൾ ബ്രിട്ടനിൽ നിന്നും യൂറോപ്പിൽ നിന്നും കുടിയേറി പാർത്ത് സായിപ്പന്മാരുടെ കോളനിയാക്കി അമേരിക്ക. ആരോട് പറഞ്ഞാൽ ആർക്ക് മനസ്സിലാകുമെന്ന്? ആരാ ഓസ്ട്രേലിയയിലുള്ളത്? ഇതുപോലെ യൂറോപ്പിൽ നിന്ന് 13 കപ്പല് കുറ്റവാളികളെ കൊണ്ടുപോയി അവരവിടെ കുടിയിറങ്ങി. അവർ പാർക്കുന്ന സ്ഥലമാണ് ഓസ്ട്രേലിയ. അവിടെ താമസിച്ചത് അബോർജിനോസ് എന്ന് പറയുന്ന ആളുകളാണ്. അവരൊക്കെ ഇന്ന് വെറും അധകൃതരെ പോലെ ജീവിക്കുമ്പോൾ സായിപ്പന്മാരുടെ കയ്യിലാണ് ആ ദേശം. ഞാൻ ചുരുക്കി പറയട്ടെ, ബ്രിട്ടന്റെ ബാലസിംഹമാണ് ആര്? അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങൾ. കാരണം യൂറോപ്പിൽ നിന്ന് കുടിയേറിയതാണ്. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഈ മധ്യപൂർവ്വദേശത്തുള്ള, മിഡിൽ ഈസ്റ്റിലുള്ള, ഗൾഫ് രാജ്യത്തുള്ള എണ്ണക്കിണറുകൾ ആരാ കണ്ടുപിടിച്ചത്? ഗൾഫിൽ ജോലി ചെയ്തവർക്കറിയാം, ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരുമാണ്. ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരുമാണ്, റഷ്യ അല്ല. റഷ്യ ഈ പറഞ്ഞ ഇറാനോടും, ഈ പറഞ്ഞ ലിബിയോടും, ഈ പറഞ്ഞ ഇറാഖിനോടും, സിറിയയോടും, അതുപോലെ ടർക്കിയോടുമൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റിൻ, UAE ഈ രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രാജ്യമാരാണ്? ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരുമാണ്. അവിടെ അവരുടെ പടയാളികളുണ്ട്, അവരുടെ പട്ടാളങ്ങളുടെ നോക്കുക എയർപോർട്ടും ഒക്കെ ഉണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് 2020 ഓഗസ്റ്റ് മാസത്തിൽ അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ രാജ്യങ്ങൾ ഇസ്രയേലുമായിട്ട് ഉടമ്പടിയിലേക്ക് വന്നത്? കണ്ടോ കാര്യങ്ങളുടെ പോക്ക്? ഈ രാത്രി എന്നെ കേൾക്കുന്നവരോട് വളരെ പ്രസക്തമായ ഭാഗം ഞാൻ എടുക്കുകയായിരുന്നു. അന്ത്യകാലത്ത് സഭ മാറ്റപ്പെട്ട ശേഷം റഷ്യയും റഷ്യയോട് ചേർന്ന്
തീവ്രവാദത്തിന് നൽകപ്പെട്ട ഇസ്ലാം രാജ്യങ്ങൾ ഇസ്രയേലിനെ ആക്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് മിതവാദികളായ സുന്നി രാജ്യങ്ങളും അതുപോലെ ബ്രിട്ടനും അമേരിക്ക ഒക്കെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ ചേരി കൃത്യമായി മാറി. ഇനി ആ യുദ്ധം നടന്നാൽ ആ ചേരികൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുവാൻ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. എത്ര ഗൗരവമേറിയ ദിവസങ്ങളിലാണ് കർത്താവ് നമ്മോട് പറഞ്ഞു. ഈ പ്രവചനങ്ങൾ നമുക്ക് തന്നതിന്റെ കാരണം നമ്മൾ അത് വിലയിരുത്തി പഠിക്കാൻ വേണ്ടിയാണ്. ഈ രാത്രി ഞാൻ പറയട്ടെ, 2600 വർഷം മുമ്പ് പറഞ്ഞ ആ രാഷ്ട്രീയ ചേരികൾ അതുപോലെ ആയി കഴിഞ്ഞു. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇസ്രായേൽ രാഷ്ട്രം യഥാസ്ഥാനപ്പെട്ടു. ഇസ്രായേൽ രാജ്യം വളരെ ധനിക രാജ്യമായി കഴിഞ്ഞു. ഇസ്രായേൽ രാജ്യം നമ്മൾ ഓർത്തതുപോലെ എണ്ണ കണ്ടുപിടിച്ച് എണ്ണ കിണറുകളിൽ നിന്ന് പൈപ്പിട്ട് ആ എണ്ണ യൂറോപ്പിൽ കൊടുക്കുവാൻ പദ്ധതി ആരംഭിച്ചു. റഷ്യക്ക് യൂറോപ്പിന് കൊടുത്ത എണ്ണ കൊടുക്കാൻ നിവൃത്തിയില്ല. റഷ്യ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതിന്റെ ഫലമായി അവര് ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോൾ അവസാനം ഈ ഇസ്രയേലൂടെ പൈപ്പ് ലൈൻ ഇട്ട് കഴിയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, റഷ്യ ഇസ്രയേലിനെ കൊള്ളയടിക്കുവാൻ ഈ രാജ്യങ്ങളോട് ചേർന്ന് വരും. അതാണ് ദൈവം പറയുന്നത്. പക്ഷെ എന്തിനാണ് ഇസ്രയേലിനെ കൊള്ളയടിക്കുന്നത്? എന്തിനാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു 8-ാം വാക്യത്തിൽ, യു വിൽ ബി മസ്റ്റഡ് ഫോർ എ സർവീസ്. നിന്നെ ഒരു ശുശ്രൂഷയ്ക്ക് ഞാൻ കൊണ്ടുവരും. എന്തിനാണ് ആ ശുശ്രൂഷ? 38-ാം അധ്യായത്തിന്റെ അതിന്റെ 16-ാം വാക്യത്തിന്റെ അവസാനം. 16-ാം വാക്യത്തിന്റെ അവസാനം. യെസ്. അന്ത്യകാലത്ത് ജാതികൾ കാണുകെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശദീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന് നേരെ വരുത്തും. യെസ്. 39-ാം അധ്യായം അതിന്റെ 6-7 വാക്യം. മാഗോഗിന്റെ തീരപ്രദേശങ്ങളിലും നിർഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീ അയക്കും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഇങ്ങനെ ഞാൻ എന്റെ വിശുദ്ധനാമം എന്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ വെളിപ്പെടുത്തും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് റഷ്യ ദൈവം ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുവദിക്കുന്നത്? അവരെന്നെ അറിയണം. ഇത്ര വലിയ സൈന്യം, വലിയ സൈനിക കൂട്ടുകെട്ടുകളോടെ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ആ റഷ്യ എന്ന് പറയുന്ന രാജ്യം തകർന്ന് തരിപ്പണമാകും. ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുമ്പോൾ വലിയ ഭൂകമ്പമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് ആലിപ്പഴം പൊഴിച്ച് ഇവർ അന്യോന്യം വെടിവെച്ച് റഷ്യ പർവ്വതത്തിൽ തീരുകയാണ്. അവരുടെ തീരപ്രദേശങ്ങളിൽ തീ അയച്ച് 1/6 ശേഷിപ്പിച്ച് നശിപ്പിച്ചു കളയും. ഇസ്രായേൽ യുദ്ധം ചെയ്യാതെ അവർ തകർന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കരം കണ്ട് അവർ ദൈവത്തെങ്കിലേക്ക് തിരിയും. അങ്ങനെ തിരിഞ്ഞെങ്കിലേ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത നടക്കുകയുള്ളൂ. ഹോശേയാവ് 5:15 കാണാതെ ഞാൻ പറയാം. അവർ, അതായത് ഇസ്രായേൽ, കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുന്നത് വരെ ഞാൻ മടങ്ങിപ്പോ എന്റെ സ്ഥലത്തിൽ ഇരിക്കും. അവരുടെ കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. കർത്താവ് അവരോട് പറയുകയാണ്, ഞാൻ അവരുടെ മധ്യത്തിലേക്ക് വന്നു, എന്നെ വേണ്ട എന്ന് പറഞ്ഞു, എന്നെ ക്രൂശിച്ചു, ഞാൻ മടങ്ങിപ്പോ എന്റെ സ്ഥലത്തിൽ ഇരിക്കും. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, അവൻ മടങ്ങി സ്വർഗത്തിലേക്ക് പോവുകയാണ്. പോയി എത്ര നാള്? അവർ കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കണം. ആര്? ഇസ്രായേൽ കുറ്റമേറ്റു പറയണം. അവർ കുത്തിമെങ്കിലേക്ക് നോക്കണം. അവരുടെ പാപമേറ്റു പറയണം. അവർ സമ്മതിക്കണം, ഞങ്ങളുടെ മശിയെ ഞങ്ങൾ ക്രൂശിച്ചു, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവർ കരയും. ആ കരച്ചിലിന്റെ ശേഷമാണ് മത്തായി 23 അവസാനത്തിൽ പറയുന്നു, യഹോവയുടെ നാമത്തിൽ വരുന്നവന് അനുഗ്രഹിക്കപ്പെട്ടവെന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ ഇനി എന്നെ കാണില്ല. അവരവനെ കാണണമെങ്കിൽ പറയണം. അത് സംഭവിക്കുവാൻ കാര്യങ്ങളാണ് എസെക്കിയേൽ 38-39 അധ്യായം. എന്നാൽ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. അത് സംഭവിക്കുന്നതിന്
ഇത് സംഭവിക്കുന്നതിന് കുറഞ്ഞത് 3.5 വർഷം മുമ്പ് കർത്താവിന്റെ സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. ഉൽപ്രാവണത്താൽ അവർ മാറ്റപ്പെടും. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അവർ എടുത്തുകൊള്ളപ്പെടും. ഞാനതാണ് ആരംഭത്തിൽ പറഞ്ഞത്. കർത്താവ് വന്ന് നമ്മളെ ചേർക്കുവാൻ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവ് വന്ന ശേഷം നടക്കേണ്ട കാര്യങ്ങൾ, ചേരി തിരിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങൾ, രാജ്യങ്ങളുടെ കൂട്ടുകെട്ടുകളൊക്കെ 2600 വർഷം മുമ്പ് പറഞ്ഞ വിഷയങ്ങൾ കൃത്യമായി എൻ്റെ നിങ്ങളുടെ കൺമുമ്പിൽ നടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. ഇന്ന് രാത്രിയിൽ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് യേശുക്രിസ്തു വന്നുകൂടാ എന്നില്ല. ഈ രാത്രി കിടന്നുറങ്ങുമ്പോൾ കർത്താവ് വന്നുകൂടാ എന്നില്ല. നാളെ രാത്രി മീറ്റിംഗ് നടക്കുമോ നമുക്കറിഞ്ഞുകൂടാ. ഒരു കാര്യം നമുക്കറിയാം, ഏത് നിമിഷവും കർത്താവ് വരും. ബൈബിളിന്റെ പ്രവചന വിഷയങ്ങൾ നൽകിയത് ഇതിനു വേണ്ടിയാണ്, ഇത് വിലയിരുത്തി മനസ്സിലാക്കാൻ. ഈ രാത്രി ഞാൻ പറയട്ടെ, സമയം അതിക്രമിച്ച ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ കർത്താവിന് വേണ്ടി കാത്തിരുന്ന് നമ്മളെ തന്നെ ഒരുക്കാം. ഞങ്ങളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്നലെ ചിലർ തീരുമാനമെടുക്കുന്ന കണ്ടു. രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഈ രാത്രിയിൽ ഓർക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം വരുത്തി നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ, നിത്യനരകത്തിൽ നിങ്ങളെ വിടുവിച്ച് നിത്യജീവൻ നിങ്ങൾക്ക് തരുവാൻ, നിത്യസ്വർഗം നിങ്ങൾക്ക് തരുവാൻ ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് നിങ്ങളുടെ പാപങ്ങളെ പേറിക്കൊണ്ട് ക്രൂശിൽ അവൻ ഒരു പരമയാഗമായി മാറി. അത് അംഗീകരിച്ചാൽ, അത് വിശ്വസിച്ചാൽ, നിങ്ങളത് ഏറ്റുപറഞ്ഞാൽ ഒരു ദൈവ പൈതലായി മാറും. ഞാൻ ഒറ്റ വാക്യം വായിച്ച് എന്നെ പ്രസംഗം നിർത്തുകയാണ്. റോമലേഖനം. എനിക്ക് റോമലേഖനത്തിൽ നിന്ന് പല വാക്യങ്ങൾ എടുക്കണമെന്നുണ്ടായിരുന്നു, എന്നാൽ സമയം നോക്കിയപ്പോൾ സാധിക്കുകയില്ല. അവിടെ വായിക്കുന്നു 10-9 വാക്യം, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായി കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. എന്നെ സൗരന്മാരെ, ഹൃദയത്തിൽ ഒരു ക്രിയ നടക്കണം. യേശുക്രിസ്തുവിന്റെ പാപത്തിന് മരിച്ചു, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഞാൻ വിശ്വസിക്കണം. ഞാൻ വിശ്വസിച്ചാൽ എൻ്റെ വായി കൊണ്ട് ഞാനത് ഏറ്റുപറയണം. ഞാനത് ഏറ്റുപറഞ്ഞാൽ തിരുവചനത്തിൽ വായിക്കുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെടും. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം എന്നത് സമർപ്പണമെന്നാണ് അതിൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളെ സമർപ്പിക്കണം. കർത്താവേ, എനിക്ക് വേണ്ടി നീ മരിച്ചു, ഞാനത് അംഗീകരിക്കുന്നു. എൻ്റെ പാപത്തിന് വേണ്ടി നീ മരിച്ചു, എൻ്റെ പാപങ്ങളെ ചുമന്നാണ് നീ ക്രൂശിൽ മരിച്ചത്. ഇന്ന് രാത്രി ഞാനത് സമ്മതിക്കുന്നു, സ്വീകരിക്കുന്നു. നിന്നെ മരിച്ചവരിൽ നിന്ന് പിതാവ് ഉയർപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയത്തിൽ നടക്കുന്ന ക്രിയയാണ് വായി കൊണ്ട് ഏറ്റുപറയുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് ഓർക്കണം, മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുന്നിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുന്നിൽ എന്നെ ലജ്ജിക്കുന്നവരെ എൻ്റെ പിതാവിൻ്റെ മുന്നിലും ഞാൻ ലജ്ജിക്കും. ഈ രാത്രിയിൽ ഈ ദൈവപുത്രനെ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച, പരമയാഗമായി തീർന്ന, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ദൈവത്തിന്റെ പുത്രനെ നിങ്ങൾ സ്വീകരിക്കുമോ, അംഗീകരിക്കുമോ? നിങ്ങളത് ചെയ്താൽ നിങ്ങളൊരു ദൈവപൈതലാകും. പ്രാർത്ഥിക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സോന്മാർ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ഒരു നിമിഷം ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഞാൻ ഓർപ്പിച്ച പോലെ സമയം അതിക്രമിച്ചൊരു കാലഘട്ടം. യേശുക്രിസ്തുവിന്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നൊരു കാലഘട്ടം. ഈ കർത്താവിന്റെ വരവിന്റെ മാറ്റൊലി ദൈവവചനത്തിന്റെ പ്രവചന നിവൃത്തികളിലൂടെ ശക്തമായി നമ്മുടെ കാതുകളിൽ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തുവെന്ന് നിങ്ങൾ അറിയണം. എത്ര വ്യക്തമായി ഇസ്രായേലിന്റെ ശുദ്ധീകരണത്തിന് കാര്യങ്ങൾ ഒരുക്കിയെങ്കിൽ, പത്രോസ് പറഞ്ഞ പോലെ യഥാസ്ഥാനം ഏതാണ്ട് അതിന്റെ അവസാനത്തെ സമയത്തേക്ക് വന്നെങ്കിൽ
അവനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് അയക്കാറായി. എന്നെ നിങ്ങളുടെ മുന്നിലുള്ള സമയം എത്ര നാളും നമുക്ക് അറിഞ്ഞുകൂടാ. രക്ഷിക്കപ്പെട്ട നമുക്ക് ഉണരാം, പ്രാർത്ഥിക്കാം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. രക്ഷിക്കപ്പെടാതെ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു വികാരത്തിൽ നിന്നല്ല, വാസ്തവമായി യേശുക്രിസ്തു നിങ്ങളുടെ പാപത്തിനു വേണ്ടി മരിച്ചെന്നും അവനെ മരിച്ചവിടയിൽ നിന്ന് പിതാവായ ദൈവം ഉയർപ്പിച്ചെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളത് ഏറ്റുപറയുന്നതിന് പകരം ഞാനത് സമ്മതിക്കുന്നു, അംഗീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ഇതുവരെയും കർത്താവിനെ ആ വിധത്തിൽ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ വലത്തെ കരം ഒരു നിമിഷം ഒന്ന് ഉയർത്തി കാണിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നു. ഇതുവരെയും അങ്ങനെ ഒരു തീരുമാനമെടുക്കാത്തവർ ഈ രാത്രിയിൽ ഒരു തീരുമാനമെടുക്കുക. ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, കാലത്തെ വിലയിരുത്തുവാൻ ഞങ്ങൾ വായിച്ചതുപോലെ ആ നാൾ കളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ഞങ്ങളെ വെളിച്ചത്തിന്റെ മക്കളാക്കി. ഞങ്ങൾക്കൊരു കാര്യം തീർച്ചയായിട്ടും അറിയാം, ഞങ്ങൾ ആശ വെച്ച കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം. ഞങ്ങൾ വളരെ ഉണർന്ന് ജീവിപ്പാൻ, വളരെ വിശുദ്ധിയെ തികച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ കേട്ട ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഈ രാത്രി അവരുടെ രക്ഷയുടെ ദിവസമാക്കണം. ദൈവകരങ്ങളിൽ തരുന്നു. മഹത്വമെടുക്കണം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.